നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് ഞങ്ങൾ മറ്റു വാർത്തകളെല്ലാം മാറ്റിവെക്കുകയാണ്. 2 വർഷം കൂടി കഴിയുമ്പോൾ ഒരു നൂറ്റാണ്ട് തികയുന്ന കിഴക്കേക്കരയിലെ വിദ്യാഭ്യാസ മുത്തശ്ശിയായ CVKM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷിക ആഘോഷം സാധാരണ സ്കൂളുകളിലെല്ലാം ഈ മാസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിന് വലിയ പ്രത്യേകതകൾ കൂടിയുണ്ട്. അവിടുത്തെ 2 വിദ്യാർത്ഥികൾ അവർ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ അതിഥികളുമായി സമ്പന്നമായിരുന്നു ഈ ആഘോഷ പരിപാടികൾ. ഈ ആഘോഷ പരിപാടികളിൽ മാത്രമായി ഞങ്ങളിന്ന് പ്രത്യേക ബുള്ളറ്റിൻ ചെയ്യുന്നു. പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഈ ബുള്ളറ്റിൻ കാണുന്ന നിങ്ങളെല്ലാം ഞങ്ങളുടെ 2 സിനിമകൾ ലൈല അവർ ലവ് എന്ന യൂട്യൂബ് ചാനലിലുള്ള 14 മിനിറ്റുള്ള ആര് എന്ന ചിത്രം, ഹ്രസ്വ ചിത്രം, അത് നിങ്ങൾ കാണണം. 24 മിനിറ്റുള്ള മുഖം എന്ന ചിത്രവും കാണണം. ഈ 2 ചിത്രങ്ങളും യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിളാണ്. ഒപ്പം ഞങ്ങളുടെ 3ാമത്തെ ചിത്രം കനൽച്ചിരികൾ ഈ ശനിയാഴ്ച മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഗ്രാമോദ്ധാരണ CS വായനശാലയായി ചേർന്നാണ് ഞങ്ങളത് പ്രദർശിപ്പിക്കുന്നത്. അവിടെ പ്രദർശനത്തിന് നിങ്ങൾക്ക് വരണം. ആദ്യത്തെ പ്രദർശനം നിങ്ങൾ കാണുകയും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക്. നാട്ടുവട്ടം വാർത്തകളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നമ്മൾക്ക് പരസ്പരം നാളെ രാത്രിയിൽ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. ഓരോ കുട്ടികളും വ്യത്യസ്തരാണെന്നും ഓരോരുത്തരുടെയും അഭിരുചികൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും അർബൻ അഫയേഴ്സ് മുൻ ഡയറക്ടർ അലക്സ് വർഗീസ് IAS കിഴക്കേക്കരയിലെ CVKM ഹയർ സെക്കൻഡറി സ്കൂൾ 98ാം വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PTA പ്രസിഡന്റ് Y അജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കാഡറ്റുകളായ നവദീത് കൃഷ്ണൻ, ആഘോഷ് ദാസ് എന്നിവരെ NCC 7 KNBL അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനൻറ്റ് കേണൽ ഗണേഷ് സിംഗ് ഉപകാരങ്ങൾ നൽകി അനുമോദിച്ചു. കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കൊല്ലം DDE KI ലാൽ, സ്കൂൾ മാനേജർ B അമ്പിളി, വാർഡംഗം സുനിൽ A പാട്ടത്തിൽ, PTA വൈസ് പ്രസിഡന്റ് VG വിജി, MPTA പ്രസിഡന്റ് ഷംല, പ്രിൻസിപ്പൽ V ലക്ഷ്മി, ഹെഡ്മാസ്റ്റർ ജോസ് സെബാസ്റ്റ്യൻ, SK ഹരിൻ എന്നിവർ സംസാരിച്ചു. നമുക്ക് ഏകദേശം 20ഓളം ബറ്റാലിയനുകൾ പരേഡുകളാണ് നടന്നത്. അതിൽ നമ്മൾ മേജറും മറ്റു വർഷങ്ങളൊക്കെ 74 വർഷങ്ങളൊക്കെ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറിയ പങ്കും ആണുങ്ങളുടെ പരേഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തിന് പ്രത്യേകത ശ്രദ്ധിച്ചാൽ ഏകദേശം 14ഓളം ടീമുകൾ ബറ്റാലിയൻസ് മിലിറ്ററി ലേഡീസിൻ്റെ ബറ്റാലിയനാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിമൺ എംപവർമെൻറ്റ്, വിമൺ ശാക്തീകരണം ഒക്കെ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. First of all, I convey my greetings and heartiest congratulations to the principal chair as the school is celebrating its 98th year of inauguration, because CVKM is going കിണ്ണത്തിനിട്ടു കിലുക്കിത്ത അങ്ങേത്തലയ്ക്ക് പൊക്കിത്ത ഇങ്ങേത്തലയ്ക്ക് താത്തിത്ത കല്ലും നെല്ലും പോക്കിത്ത നല്ല അരി വെച്ച് വിളമ്പിത്ത. അത് ചെറിയ ഈഴത്തിൽ ഞാൻ പറയും, നിങ്ങളിങ്ങനെ താളം വെച്ച് പറയണം. കിരി കിരി കിണ്ണം
കിണ്ണത്തിലിട്ടുകി ദുഃഖിത്ത അങ്ങേത്തലയ്ക്ക് പൊക്കിത്ത ഇങ്ങേത്തലയ്ക്ക് കാത്തിത്ത കല്ലം നെല്ലും പൊക്കിത്ത നല്ലരി വെച്ചു വിളമ്പിത്ത കിരി കിരി കിണ്ണം കിണ്ണത്തിലിട്ടുകി ദുഃഖിത്ത. ഇനി കുഞ്ഞിന് ഭാഷ എഴുതിയൊരു കവിത വരട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ സംബന്ധിച്ച ഒരു ചോദ്യമാണ് ആദ്യത്തെ. അതായത് നിങ്ങൾക്ക് കവിത വേണോ അതോ പ്രസംഗം വേണോ? കവിത മതി അല്ലേ? കവിത മതി എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് കൈയടിച്ച് ബഹളം ഉണ്ടാകാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളെയാണ്. അച്ചടക്കമില്ലായ്മയാണ് ഒരു നല്ല സ്വഭാവ രീതി എന്ന് കരുതുന്നവരാണ് ഞാൻ. അച്ചടക്കമില്ലായ്മയാണ് ഒരു ഒഴിഞ്ഞു നടത്താൻ വിയോജിപ്പ് ഉണ്ടാവണം പുതിയ തലമുറയ്ക്ക് എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളോട് കൊച്ചി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണ്? CBK എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈ CB കുഞ്ഞിരാമൻ? അറിയാമോ? CB കുഞ്ഞിരാമനെ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അത് വ്യക്തിയുടെ പേരാണോ? ആണ് അല്ലേ? ആരാണ് CB കുഞ്ഞിരാമൻ? നിങ്ങളുടെ പഠിക്കുന്ന ഈ സ്കൂള് CB കുഞ്ഞിരാമൻ എന്ന ഒരാളുടെ ഓർമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ വിദ്യാലയം ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് സമർപ്പിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം അല്ലേ? എന്താണ് CB കുഞ്ഞിരാമന്റെ പ്രാധാന്യം? CB കുഞ്ഞിരാമന്റെ പ്രാധാന്യം അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനും ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവും, ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടക്കങ്ങളെയൊക്കെ ലംഘിച്ച വിപ്ലവകാരിയായ ഒരു മനുഷ്യനും ആയിരുന്നു. CB കുഞ്ഞിരാമൻ എവിടെയാണ് ജനിച്ചതെന്ന് അറിയാമോ കുട്ടികളെ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ ഈ സ്കൂള് ആരുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണോ സമർപ്പിച്ചിരിക്കുന്നത്? ആ CB കുഞ്ഞിരാമൻ ജനിച്ചത് എവിടെയാണ്? ഇവിടെയാണോ? അല്ല. ആണോ? അല്ല. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒരു തവണ പറയും, നിങ്ങൾ കുട്ടികൾ ഏറ്റു പറയും, ഒരിക്കലും മറക്കാതെ ഇരിക്കും. അദ്ദേഹം ജനിച്ചത് ജീവിച്ചത് കൊല്ലം ജില്ലയിൽപ്പെട്ട മയ്യനാട് എന്ന സ്ഥലമാണ്. ഏത് സ്ഥലം? മയ്യനാട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട പത്രമുണ്ട് കേരളത്തിൽ. ഏതെന്നറിയാം? ഏതെന്നറിയാം? മാതൃഭൂമിയാണ്? അല്ല. പിന്നെ മലയാളമാണ്? അല്ല. പിന്നെ മാതൃഭൂമിയല്ല. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ നേരിട്ട് പറയുന്നു, കേരള കൗമുദി. പറയൂ, കേരള കൗമുദി. കേരള കൗമുദി ആരംഭിക്കുന്നത് CB കുഞ്ഞിരാമൻ മയ്യനാട് എന്ന സ്ഥലത്താണ്. CB കുഞ്ഞിരാമൻ ആ സ്കൂളിലെ അദ്ദേഹം സ്ഥാപിച്ചൊരു സ്കൂളുണ്ട്, വെള്ളമുട സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. ആ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം അദ്ദേഹം പരവൂർ കോടതിയിലെ വക്കീലായിരുന്നു. അതിനുശേഷം ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. അന്നത്തെ ഒരു വലിയ പുരോഗമന പ്രസ്ഥാനമായിരുന്ന SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് 2 തവണ പ്രവർത്തിച്ച ആളായിരുന്നു CB കുഞ്ഞിരാമൻ. ആ മഹാനായ വ്യക്തിയുടെ മുമ്പിലാണ് നിങ്ങളുടെ സ്കൂള്, ഈ വിദ്യാഭ്യാസ സ്ഥാപനം സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണോ അത്? അതെ അല്ലേ? CB കുഞ്ഞിരാമൻ ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാത്ത ആളും അതിനതീതമായി ചിന്തിക്കുന്ന ആളും ആയിരുന്നു. അദ്ദേഹത്തിന് ഹിന്ദുമതത്തെക്കാളും കൂടുതൽ താല്പര്യം ബുദ്ധമതത്തോട് ആയിരുന്നു. അദ്ദേഹം ഹിന്ദുമതത്തിലെ ദൈവങ്ങളെ നിരസിക്കുകയും
യുക്തിവാദി എന്നൊരു പത്രം ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ അതിന്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരിക്കുകയും ചെയ്തു. ഈശ്വരവിശ്വാസി അല്ലാത്ത വളരെ പുരോഗമനകാരിയായ ഒരാളുടെ പേരിലാണ് നിങ്ങളുടെ സ്കൂൾ നിലനിൽക്കുന്നത്. അതാണ് CB കുഞ്ഞിരാമൻ. അപ്പൊ CB കുഞ്ഞിരാമൻ ജനിച്ചത് എവിടെ കുട്ടികളെ? അയ്യനാട്ട്. അദ്ദേഹം സ്ഥാപിച്ച പത്രം ഏതാണ്? അദ്ദേഹത്തിന്റെ മകനാണ് പിന്നീട് പത്രാധിപർ K. സുകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതൊക്കെ ചരിത്ര രേഖകളാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ് പിൽക്കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C. കേശവൻ എന്ന അതിവിപ്ലവകാരിയായ മനുഷ്യൻ. ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിന്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ആരും അത് ഓർമ്മിപ്പിച്ച് നേരത്തെ പറഞ്ഞതാണ് ഈ സ്കൂളിന്റെ പ്രാധാന്യം നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, കവിത വേണോ ഇതുപോലെ പ്രസംഗം വേണോ? കവിത. ഞാൻ ഒറ്റയ്ക്ക് കവിതയിലാണോ അതോ നമ്മളെല്ലാവരും കൂടെ ചേർന്ന കവിതയിലാണോ? എല്ലാവരും കൂടെ ചേർന്ന് അല്ലേ? ഉറക്കെ. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടല്ലോ. അതായത് എനിക്കറിയാവുന്ന കവിത നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ. പിന്നെന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാവുന്ന കവിത എനിക്കറിയണമെന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സിനിമ പാട്ടായാലോ? അതൊക്കെ എനിക്ക് ഇഷ്ടമല്ലേ? പഴയ ഒരു സിനിമ പാട്ട് പാടട്ടെ. മാനസമൈന്യ വരൂ എന്നുള്ള സിനിമ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണോ? ചെമ്മീൻ എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി സലിൽ ചൗധരി സംഗീതം ചെയ്ത് മഞ്ഞാടെ എന്നയാൾ പാടിയ പാട്ടാണ് മാനസമൈന്യ വരൂ എന്നുള്ള പാട്ട്. ഞാനിത് പാടാൻ പോകുന്നു. ഞാൻ കുട്ടികളെ ചേർന്ന് പാടാൻ പോകുന്നു. സമ്മതിച്ച? ഇഷ്ടമാണോ നിങ്ങൾക്ക്? സന്തോഷമാണോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ പാട്ടിലെ എല്ലാ വരികളും എനിക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഏറ്റവും പുതിയൊരു പാട്ടായാലോ? പാലാപ്പള്ളിയിൽ ഒരു പാട്ടായാലോ? അത് നല്ല പാട്ടല്ലേ? അതെല്ലാ കുട്ടികൾക്കും അറിയാമല്ലോ. സന്തോഷത്തോടെ എൻ്റെ കൂടെ പാടുമല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ആ പാട്ട് മുഴുവനായിട്ട് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് രണ്ടുപേർക്കും കൂടി അറിയാവുന്ന, എനിക്ക് നിങ്ങൾക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയാൽ ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് വരും. അത് രാഘവന്റെ ജനഗണമന എന്ന കവിതയാണ്. അത് വേണോ? അതിപ്പോ വേണ്ട അല്ലേ? അത് മീറ്റിംഗിന്റെ അവസാനം നമുക്ക് ചൊല്ലിയാൽ മതി. പിന്നെന്താ ചൊല്ലിയ? നാടൻപാട്ടായാലോ? നാടൻപാട്ടായാലും ആരോടും ചോദിക്കാൻ പറയാനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാടൻപാട്ടുകൾ പാടാം. സമ്മതിച്ച? വലിയ നാടൻപാട്ടുകൾ. അതായത് ഇന്നത്തെ പകല് മുഴുവൻ ഇവിടെ നിന്ന് ചൊല്ലാവുന്ന നാടൻപാട്ടുകളുണ്ട്. അത് വേണോ? അതോ 2-3 വരികളോ കൊച്ചു വെച്ച് പാട്ടുകൾ വേണോ? ഏത് വേണം? ചെറിയ ചെറിയ പാട്ട് അല്ലേ? ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് വിശക്കത്തില്ലേ? അപ്പൊ നിങ്ങൾ പിന്നെ ആഹാരം കഴിക്കണ്ടേ? അപ്പൊ നാടൻപാട്ട് പാടിക്കൊണ്ടിരുന്നാൽ മതിയോ? പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കവിതകൾ പറയട്ടെ. നാടോടി കവിതകൾ. ഞാൻ ഒരു വരി പറയുന്നു, നിങ്ങൾ അത് ഏറ്റു പറയുന്നു. ഇത് എനിക്ക് കുഞ്ഞിന്റെ ഭാഷ പറഞ്ഞു തന്ന ഒരു കവിതയാണ്, നാട്ടുകവിതയാണ് ഞാൻ ആദ്യം പറയുന്നത്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഞാൻ ഒരു വരി പറയുന്നു, നിങ്ങൾ ഏറ്റു പറയുന്നു. പറയട്ടെ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഇത് ചെറിയ ഈണത്തിലാണ്. കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോടെ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. ഇഷ്ടപ്പെട്ട ഈ കവിത? നമസ്കാരം. ചക്കമോളുടെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം മുഖം സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ ആ ഹ്രസ്വ ചിത്രത്തിൽ കാണുവാൻ കഴിഞ്ഞു. ഒന്നാമത്തെ ആര് എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിൽ
ഒരു കുഞ്ഞിൻ്റെ മനസ്സ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അതിനെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകിയപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന മതവിശ്വാസം, ആ മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉയർന്നു വരുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അതുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇവയൊക്കെയാണ് മുഖം എന്ന ഹ്രസ്വചിത്രത്തിലൂടെ LT ധർമ്മ എന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾ ചക്കി അവതരിപ്പിക്കുന്നത്. അതായത് സമ്പത്ത് ആർക്കും നിഷിദ്ധമല്ല. സമ്പത്ത് എത്ര വരുന്നോ സന്തോഷകരം തന്നെയാണ്. ആ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്ന വഴികളെക്കുറിച്ചുള്ള ബോധവും ആരെയും ഭരിക്കുന്നില്ല. ഈ ദീപസ്തംഭ മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയുന്നത് പോലെ അത് വന്ന വഴികൾ അന്വേഷിക്കാതെ ആ പണം ആർജിക്കുന്ന പുതിയ സമൂഹത്തിൻ്റെ ഉൾവിളികൾ ഒരുപക്ഷെ തുറന്നു കാട്ടുന്ന ഒരു ഹ്രസ്വചിത്രം. ചിലയിടങ്ങളിലൊക്കെ മതത്തിന്റെ പേര് പറഞ്ഞ് അധസ്ഥിതൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുമ്പോഴും ആധുനിക സമൂഹം വളരെ ശാസ്ത്രീയമായി പുരോഗതി കൈവരിച്ചിരിക്കുന്ന സമൂഹം എന്നൊക്കെ പറയുമ്പോഴും ഇന്നും മനുഷ്യന്റെ മനസ്സിൽ നിന്നും പറിച്ചു കളയാനാവാതെ തുടരുന്ന മതപരമായ അസഹിഷ്ണുതകൾ, ഇവയൊക്കെ വളരെ ഒരു കൃത്യമായി ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കപ്പെടുന്ന ആ ചിത്രം എന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും വിവിധ വർണ്ണവൈജാത്യങ്ങളുടെ മതപരമായ വിവിധ തലങ്ങളുടെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യന്റെ അവൻ്റെ ഉള്ളിലെ വിങ്ങലുകളും വേദനകളും ഒക്കെ പൊതുസമൂഹത്തോട് വളരെ ആർജവത്തോടുകൂടി ഭയരഹിതമായി വിളിച്ചു പറയുവാൻ ഈ ചിത്രത്തിനായി എന്നുള്ളത് തീർത്തും എന്നെ ആശ്ചര്യപ്പെടുത്തി. ആ മകൾക്ക് തുടർന്നുള്ള ചിത്രങ്ങളിലും ഇതുപോലെ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആപത്കരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ശക്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർത്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.